SS1 എട്ടാമത്തെ അധ്യായമായ കേരളം ആധുനികതയിലേക്ക് എന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം ആണ് ആദ്യ ഭാഗം. കേരളത്തിൽ വൻതോതിൽ ഭക്ഷ്യവിളകളാണ് കൃഷി ചെയ്തിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയായ നെല്ലായിരുന്നു കേരളത്തിൻ്റെ വലിയ ഉൽപ്പാദനം. എന്നാൽ ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള പൊളിച്ചെഴുത്തുകൾ നടത്തി. മലയോര പ്രദേശങ്ങളിൽ കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ വൻതോതിൽ കൃഷി ചെയ്യുകയും കേരളം ഒരു തോട്ടവിള കൃഷി ചെയ്യുന്ന പ്രദേശമായി മാറുകയും ചെയ്തു. ഇത് നെല്ലിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമായി വൻതോതിൽ മരച്ചീനി കൃഷി കേരളത്തിൽ ആരംഭിച്ചു. നിലമ്പൂരിൽ തേക്കുതോട്ടം ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിൽ കൊനോലി സായിപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ച് ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ കേരളത്തിലെ കാർഷിക മേഖലയെ വൻതോതിൽ മാറ്റിമറിച്ചതായിരുന്നു ബ്രിട്ടീഷ് ഭരണം. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിലെ വ്യവസായങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. തോട്ട വ്യവസായങ്ങളുമുണ്ട്, അതേപോലെ പരമ്പരാഗത വ്യവസായങ്ങളുടെ വളർച്ചയും ആ കാലഘട്ടത്തിൽ ഉണ്ടായി. തോട്ട വ്യവസായങ്ങളായി ആരംഭിച്ചത് തേയില, കാപ്പി, റബ്ബർ എന്നീ വ്യവസായങ്ങളായിരുന്നു. കേരളത്തിൽ നേരത്തെ നിലനിന്നിരുന്ന പരമ്പരാഗത വ്യവസായങ്ങളിലും വൻതോതിലുള്ള മാറ്റങ്ങൾ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഉണ്ടാക്കപ്പെട്ടു. ആധുനികവൽക്കരിക്കപ്പെട്ട എണ്ണയാട്ട് മില്ലുകൾ കേരളത്തിൽ വ്യാപകമായി. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ ആരംഭിച്ചു. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമാക്കി വളർന്നു വന്നു. ഫറൂഖ്, കൊല്ലം, ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും കണ്ണൂരും കോഴിക്കോടും കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. കണ്ണൂർ കേന്ദ്രമായിക്കൊണ്ട് ബീഡി വ്യവസായവും വളർന്നു വന്നു. ഇത് സംബന്ധിക്കുന്ന ഒരു ടേബിൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണും, ശ്രദ്ധിക്കുക. ബ്രിട്ടീഷ് ഭരണം വൻതോതിലുള്ള ആധുനികവൽക്കരണം കേരളത്തിൽ സാധ്യമാക്കി. വ്യാവസായിക മേഖലയിലും ഊർജ്ജ മേഖലയിലും ഇത് സമ്പന്നമായി. പള്ളിവാസൽ വൈദ്യുത നിലയം ഇങ്ങനെ ബ്രിട്ടീഷുകാരാൽ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. അതുപോലെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ടേബിൾ ശ്രദ്ധിക്കുക. കേരളത്തിൽ ബ്രിട്ടീഷുകാർ ആരംഭിച്ച ആധുനിക വ്യവസായശാലകൾ, അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്നിവയാണ് ആ ടേബിളിൽ കാണുന്നത്. ഇതിനെല്ലാം പണം, മൂലധനം സ്വരൂപിക്കുന്നതിന് വേണ്ടി ധാരാളം ബാങ്കുകളും ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. ആദ്യമായി കേരളത്തിൽ വളർന്ന സ്വകാര്യ ബാങ്കായിരുന്നു നെടുങ്ങാടി ബാങ്ക്. തുടർന്ന് ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ കേരളത്തിൽ നിലവിൽ വന്നു. കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിക്കൊണ്ടേയിരുന്നു. അടുത്തത് സാംസ്കാരിക മേഖലയിൽ ബ്രിട്ടീഷുകാർ ചെലുത്തിയ സ്വാധീനമാണ്. ഇത് 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. വിദ്യാഭ്യാസ മേഖലയിലെ സ്വാധീനം, അതേപോലെ തന്നെ നിയമവ്യവസ്ഥ, ആരോഗ്യരംഗം, പിന്തുടർച്ചാ അവകാശ രംഗം. ഇങ്ങനെ 4 മേഖലകളിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ആധുനികവൽക്കരണം സാധ്യമാക്കിയത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സ്വാധീനം എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം വിദ്യാഭ്യാസ മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം. ബ്രിട്ടീഷുകാർ മിഷനറി പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ വൻതോതിൽ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ആരംഭിച്ചു. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു അർണോസ് പാതിരി ഉണ്ടാക്കി. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായിരുന്നു സംക്ഷേപ വേദാർത്ഥം. മിഷണറിമാരായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായിരുന്നു.
ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പട്ടിക കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാന മിഷണറി സംഘങ്ങൾ, അവരുടെ പ്രവർത്തന മേഖലകൾ എന്നിവ വ്യക്തമാക്കുന്നു. ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നത് മിഷണറിമാരുടെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം മിഷണറി സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. തിരുവിതാംകൂറിലും കൊച്ചിയിലും നാട്ടുരാജാക്കന്മാരുടെയും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിഭായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം കേരള ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിഷ്കരണത്തിൻ്റെ കാൽവെപ്പായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന നിയമവ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്നാണ്. അക്കാലത്ത് ജാതി വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെടുത്തിയ വിചാരണയും ശിക്ഷയുമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ കുറ്റവാളിയുടെ വാദം കേട്ട ശേഷം കുറ്റത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഏകീകൃതമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. ഇതോടെ ജാതിക്ക് അതീതമായ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരായി മാറി. കേസുകളുടെ വിചാരണയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചു. അടുത്ത രംഗം ആരോഗ്യരംഗമാണ്. ആയുർവേദം, യുനാനി, സിദ്ധ തുടങ്ങിയ പരമ്പരാഗത വ്യവസായ ആരോഗ്യ ചികിത്സാ സമ്പ്രദായങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ അക്കാലത്ത് പടർന്നു പിടിച്ച വസൂരി പോലുള്ള മാരക രോഗങ്ങളെ മറികടക്കാൻ നമ്മുടെ പരമ്പരാഗത ആരോഗ്യ ചികിത്സാ രംഗത്തിന് കഴിഞ്ഞില്ല. അതോടെ തിരുവിതാംകൂറിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് മരുന്ന് വരുത്തുവാൻ ഒരു കമ്പനിയെ തന്നെ രാജാവ് നിയമിച്ചു. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചു. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചികിത്സാരംഗം കേരളത്തിൽ വേരുറപ്പിച്ചു. അടുത്തതായി ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സ്വത്തവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. കേരളത്തിലെ ഉയർന്ന ജാതിക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാവകാശക്രമം മാതാവ് വഴിയുള്ള മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. പെൺകുട്ടികൾക്ക് ഭൂമിയിൽ അവകാശം ലഭിക്കുകയും ആൺകുട്ടികൾ അവകാശമില്ലാത്തവരായി മാറുകയും ചെയ്ത ഒരവസ്ഥയായിരുന്നു അന്ന് ഹിന്ദുമതത്തിലെ ഉയർന്ന ജാതിക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന സ്വത്തവകാശ നിയമം. എന്നാൽ ഈ നിയമത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച യുവാക്കൾ ശക്തമായി പ്രതികരിക്കുകയും അങ്ങനെ തിരുവിതാംകൂറിലും മലബാറിലും കൊച്ചിയിലും മരുമക്കത്തായത്തിനെതിരായ നിയമങ്ങൾ നിലവിൽ വരികയും ചെയ്തു. മക്കത്തായ സമ്പ്രദായമാണ് പിന്നീട് നിലവിൽ വന്നത്. ഇത് പ്രകാരം തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിച്ചു. ഇത് തറവാട്, കൂട്ടുകുടുംബം തുടങ്ങിയ പരമ്പരാഗത കുടുംബ വ്യവസ്ഥയെ തകർത്തെറിഞ്ഞു. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കേരളത്തിൽ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹമായിരുന്നു നിലനിന്നിരുന്നത്. അതിനെതിരായി ധാരാളം പരിഷ്കർത്താക്കളും പരിഷ്കാര പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങൾക്കായി നിലകൊണ്ടു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പരിഷ്കരണത്തിൻ്റെ നേതാവായ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഇങ്ങനെ ധാരാളം കാലമായി നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും മാറ്റിമറിക്കാൻ ബ്രിട്ടീഷ് ഭരണം കേരളത്തിൽ വൻതോതിൽ സ്വാധീനം ചെലുത്തി. ഇതിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കൾ, അവരാരംഭിച്ച പ്രസ്ഥാനങ്ങൾ, ഇവയെ സംബന്ധിക്കുന്ന ഒരു ടേബിളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കേരളത്തിൻ്റെ പരിഷ്കരണ രംഗത്ത് വൻ മാറ്റത്തിന് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. കേരളത്തിലെ താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനായുള്ള സമരം പോലും കേരളം സാക്ഷ്യം വഹിച്ചു. 1859 അത്തരമൊരു സമരം ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്തെ വിപ്ലവമായി കണക്കാക്കപ്പെടുന്നു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുമ്പിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. അറിവിനും വിജ്ഞാനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു.
വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാവാനും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ പ്രഖ്യാപനമെന്ന് അദ്ദേഹം എഴുതി ചേർത്തു. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ സാമൂഹിക രംഗത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. അത്തരം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇങ്ങനെയുള്ള സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു 1924 വൈക്കം സത്യാഗ്രഹവും 1931 ഗുരുവായൂർ സത്യാഗ്രഹവും. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്ന ജാതിക്കാരായ ആൾക്കാർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരം മന്നത്തു പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ സമരമായി മാറി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. AK ഗോപാലനായിരുന്നു സമരത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഈ സത്യാഗ്രഹത്തിൽ P കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ജനകീയ സമരങ്ങളുടെയെല്ലാം ഫലമായി 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. തുടർന്ന് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബരപ്രകാരം മലബാറിലും കൊച്ചി രാജാവിൻ്റെ വിളംബരപ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം അനുഭവിച്ചു.